നമുക്കിന്ന് ചെറിയ തക്കാളി വെച്ച് തക്കാളിയും ചെമ്മീനും കറി ഉണ്ടാക്കിയാലോ. കുഞ്ഞ് തക്കാളി എടുത്ത് കഴുകി വെച്ചേക്കും. ചെമ്മീൻ നമ്മൾ ഒന്ന് വറക്കണം. നന്നായിട്ട് വറുത്തിടും. ഇതേ കണ്ടോ നല്ല ഇരിക്കണ തക്കാളി നമ്മൾ ഇത് നട്ടുണ്ടാക്കിയതാണ് ഗൈസ്. കണ്ടോ നല്ല ചൂട് ചട്ടിയിൽ ചെമ്മീൻ. ശേഷം നമ്മളൊരു തവി. ഹലോ ഗൈസ്, ഇതിന് ശേഷം ഈ തക്കാളി ഒരു തവി എടുത്ത് ഈ തക്കാളിയും വെച്ച് അമ്മയ്ക്ക് ഇതൊന്ന് പൊട്ടിക്കണം കേട്ടോ ഗൈസ്. ഇതൊക്കെ ഉണ്ടോ ഇതുപോലെ ചെയ്യണം. എല്ലാം പൊട്ടണം കേട്ടോ ഗൈസ്. എന്നാലും അതിൻ്റെ മുറിച്ചിടാൻ പറ്റില്ലല്ലോ. നമുക്ക് മുറിച്ചിടാൻ പറ്റില്ലല്ലോ, കുഞ്ഞായതുകൊണ്ട്. അപ്പം പതുക്കെ ഇങ്ങനെ ഒന്ന് ഓട്ടയ്ക്കണം. ഇപ്പം ചട്ടിയിൽ ഇത് ചെമ്മീൻ ഇരിക്കും കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കുഞ്ഞിത്തക്കാളി ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരിയെ നോക്കി അതിൻ്റെ കുറേ സമയം പോകും. അതുകൊണ്ടാട്ടോ ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. നല്ല ചുമന്നിരിക്കണ തക്കാളി കേട്ടോ ഗൈസ്. ഒത്തിരി അങ്ങ് ഞെക്കി പീച്ച് കളയണ്ട കേട്ടോ ഗൈസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മതി. ഗൈസ് ഇനി അടുപ്പേ വെക്കണം. അതിന് വേണ്ടി ചെമ്മീൻ വറുത്തത് മാറ്റി വെച്ചു. നമ്മളിപ്പോൾ അടുപ്പിലേക്ക് തക്കാളി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. തക്കാളിക്കകത്തോട്ട് ചെമ്മീൻ നന്നാക്കി ഇടുക. തേങ്ങ അരച്ചൊഴിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി മൂപ്പിച്ചിട്ട് ഇടുക. കറി റെഡിയായി. നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം.